ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ആ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയെ ബേസ് ചെയ്തിട്ട് മോളിക്യൂൾസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നും അതുപോലെ മോളിക്യൂൾസിൻ്റെ പലതരത്തിലുള്ള ബിഹേവിയറിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മോളിക്യൂൾസ്. നമുക്കറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങളുടെ കാര്യത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ചും സെക്കൻഡ് ചാപ്റ്ററിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ ആറ്റങ്ങളുടെ കാര്യത്തിലുള്ള വ്യത്യസ്ത അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും 3 റൂളുകൾ. ഒന്ന് നമ്മുടെ ഓഫ് ബോ പ്രിൻസിപ്പിൾ, അതുപോലെ ഹൺസ് റൂള്, അതുപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതും ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റങ്ങളുടെ കാര്യത്തിലല്ല, മോളിക്യൂൾസിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ്. ഇപ്പോൾ മോളിക്യൂൾസിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് അറ്റോമിക് ഓർബിറ്റൽസിലല്ല, പകരം മോളിക്കുലാർ ഓർബിറ്റൽസിലാണ്. ഒന്നാമത്തെ കാര്യം അത്. അവിടെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുണ്ട്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ അവിടെ എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്, ആ റൂൾസ് എല്ലാം ഇവിടെ ആപ്ലിക്കബിളാണ്. അത് ഓഫ് ബാ പ്രിൻസിപ്പിൾ ആയാലും ഹൺസ് റൂൾ ആയാലും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആയാലും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഓഫ് ബാ പ്രിൻസിപ്പിൾ അനുസരിച്ച് എഴുതുമ്പോൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ പ്രത്യേകത ആ എനർജിയുടെ ഓർഡറിലാണ്. മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം ഫില്ല് ചെയ്യാൻ. നമുക്ക് ഓരോ കേസുകൾ നമുക്ക് നോക്കാം. അവിടെ ഹൈഡ്രജൻ ഒന്നാമത്തെ മോളിക്യൂൾ, ഏറ്റവും സിമ്പിളായിട്ടുള്ള മോളിക്യൂളായ ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോൾ അവിടെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ആ എനർജിയുടെ ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ മോളിക്കുലർ ഓർബിറ്റൽസ് എഴുതുന്നു. അപ്പോൾ ഇവിടെ സിഗ്മ 1s, അത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 1s. മാത്രമല്ല പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണേ നിറയുള്ളൂ. അത് അറ്റോമിക് ഓർബിറ്റലിൻ്റെ അതേപോലെ തന്നെയാണ് ഇവിടെയും. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ. അപ്പോൾ സിഗ്മ 1s 2, മൊത്തം 2 ഇലക്ട്രോണേ ഉള്ളൂ. സിഗ്മ 1s 2. അപ്പോൾ സിഗ്മ സ്റ്റാർ 1s അവിടെ ഇലക്ട്രോൺ ഇല്ല. ആ കേസിൽ ഇലക്ട്രോൺ ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്ക് 2. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ വരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2. നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈ കേസിൽ 0ആണ്. ഇപ്പോൾ ഈ ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും അറിയാമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടേമുണ്ട്. അതാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ബോണ്ട് ഓർഡർ, നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻ ബിറ്റ്വീൻ 2 ആറ്റംസ് ഫോമിങ് എ ബോണ്ട്. ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന 2 ആറ്റംക്കിടയ്ക്ക് വരുന്ന നമ്പർ ഓഫ് ബോണ്ട്സ്. 2 ആറ്റംക്കിടയ്ക്ക് ഒരു ബോണ്ട് വരുമ്പോൾ, അത് തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ ആ 2 ആറ്റംക്കിടയ്ക്ക് വരുന്ന നമ്പർ ഓഫ് ബോണ്ട്സിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അതിൽ നിന്ന് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇറ്റ് ഈസ് ബോണ്ട് ഓർഡർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് എ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെയും നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെയും ഡിഫറൻസിൻ്റെ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് ദ bond order, or it is a 1/2 of the difference between the number of electrons present in the bonding and in the anti-bonding molecular orbitals എന്നാണ്. ഇതാണ് ബോണ്ട് ഓർഡർ. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് എങ്ങനെ കിട്ടും? 2 - 0 / 2. അപ്പോൾ 1 എന്ന് കിട്ടും. ബോണ്ട് ഓർഡർ 1 ആണ്. ബോണ്ട് ഓർഡർ 1 മീൻസ് 2 ഹൈഡ്രജൻ ആറ്റം കിടയ്ക്ക് എന്താണുള്ളത്? ഒരു സിംഗിൾ ബോണ്ടാണുള്ളത്. സിംഗിൾ ബോണ്ട്.
പിന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ബോണ്ട് ഓർഡർ പോസിറ്റീവാണ്. 1 മീൻസ് പോസിറ്റീവ്. ബോണ്ട് ഓർഡർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ സ്റ്റേബിളാണ്. എപ്പോഴാണ് പോസിറ്റീവ് കിട്ടുന്നത്? എൻ ബിയുടെ വാല്യൂ, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്, അതിൻ്റെ എണ്ണം നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിനേക്കാൾ കൂടുതലാണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. കാരണം ബോണ്ട് ഓർഡർ എന്താവും? ഇത് എൻ ബി കൂടുതലാകുമ്പോൾ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്റ്റേബിളാണ്. ഇനി എൻ ബി ഈസ് ഈക്വൽ ടു എൻ എ വന്നാൽ, ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും ഈക്വൽ വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 0 വരും. 0 വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല, അങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ നേരെ തിരിച്ച് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ വരുന്നതെങ്കിൽ ബോണ്ട് ഓർഡർ നെഗറ്റീവ് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് അൺസ്റ്റേബിൾ, ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ എൻ ബി ലെസ് ദാൻ എൻ എ ആണെങ്കിൽ സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇനി എൻ ബി ഈസ് ഈക്വൽ ടു എൻ എ വന്നു കഴിഞ്ഞാൽ ഡസൻറ്റ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല. അങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ല എന്നല്ല, അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല. അപ്പോൾ അതാണ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ബോണ്ട് ഓർഡർ 0 വരും. ബോണ്ട് ഓർഡർ 0 മീൻസ് നോ ബോണ്ട് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ 2 ആറ്റംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് 0 വരും. ഇതാണ് നമുക്ക് ആരുടെ കാര്യത്തിൽ? ഹീലിയത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. He2 ഹീലിയം, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഹീലിയം വരുമ്പോൾ ഒരു ഹീലിയം 2 ഇലക്ട്രോൺ, 2 എണ്ണം വരുമ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? സിഗ്മ 1s2, അത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 1s2. കാരണം ഒരു മോളിക്കുലർ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, മാക്സിമം 2. ഇപ്പോൾ 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 അടുത്തേക്ക്, അപ്പോൾ 4 ആയി. ഇപ്പോൾ ഇവിടെ എൻ ബിയുടെ വാല്യൂ 2, എൻ എയുടെ വാല്യൂ 2. ബോണ്ടിങ് ഇലക്ട്രോൺസും ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസും 2 വീതം. അപ്പോൾ ബോണ്ട് ഓർഡർ വരുന്നത് എൻ ബി മൈനസ് എൻ എ ഡിവൈഡ് ബൈ 2 സീക്വൽ ടു 2 മൈനസ് 2 ഡിവൈഡ് ബൈ 2 എന്ന് വരുമ്പോൾ 0. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരച്ചാൽ ആദ്യത്തെ ഹൈഡ്രജൻ 1s1, അടുത്ത ഹൈഡ്രജൻ 1s1. അപ്പോൾ സിഗ്മ 1s2 ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഇത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്, ഇത് മോളിക്കുലർ ഓർബിറ്റൽ. ഈ അറ്റോമിക് ഓർബിറ്റലിൽ 2 ഇലക്ട്രോണാണുള്ളത്. ആ 2 ഇലക്ട്രോൺ എങ്ങനെയാണ്? പെയേഡാണ്. ആ 2 ഇലക്ട്രോണും പെയേഡാണ്. അൺപെയ്ഡ് ഇലക്ട്രോണൊന്നുമില്ല. ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡ് ആണെങ്കിൽ ഈ മോളിക്യൂളിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അത് ഡയാമാഗ്നറ്റിക് എന്ന് പറയും. ഹൈഡ്രജൻ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഡയാമാഗ്നറ്റിക് ആണ്. ഹൈഡ്രജൻ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് മീൻസ് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഈ മെറ്റീരിയൽ വീക്കായിട്ട് റിപ്പൽ ചെയ്യും. അതാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഈ ഒരു മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഇത് വെച്ചിട്ട് പറയുന്നത്. ഒന്ന്, ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക, മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതും. 2, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുമ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: ഇലക്ട്രോൺസ് എല്ലാം പെയേഡ് ആണെങ്കിൽ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. മീൻസ് ഇറ്റ് ഈസ് റിപ്പൽഡ് വീക്ക്ലി ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതേസമയം ഇലക്ട്രോൺസ് അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നാൽ ആ മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് എന്ന് പറയും. പാരാമാഗ്നറ്റിക് മീൻസ് സബ്സ്റ്റൻസ് ഈസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഇവിടെ ഹീലിയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് 2 കൊടുക്കേണ്ട കാര്യമില്ല. ഹീലിയം വരുമ്പോഴത്തേക്ക് 1s1 പകരം എന്താണ്? 1s2 ആണ്, അടുത്തത് 1s2. അപ്പോൾ ഇവിടെ പ്രത്യേകത സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ആണ്. അപ്പോൾ ഈ കേസിൽ ഇത് ഡയാമാഗ്നറ്റിക് എന്ന് നമ്മൾ പറയാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു മോളിക്യൂൾ ഇല്ല. കാരണം ബോണ്ട് ഓർഡർ 0 ആണ്. മോളിക്യൂൾ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ മോളിക്യൂൾ ഡസൻറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ കേസ് ലിഥിയം Li2 മോളിക്യൂൾ. Li2 ലിഥിയം വരുമ്പോൾ അറ്റോമിക് നമ്പർ 3. ഒരു ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ, 2 ലിഥിയത്തിലാകുമ്പോൾ 6 ഇലക്ട്രോൺ.
ഇപ്പോൾ മോളിക്കുലർ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഓർഡർ പഠിച്ചത് ഓർക്കുണ്ടാവും. ആ ഓർഡർ പഠിച്ചത് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s, ആ ഒരു ഓർഡർ, ആ ഓർഡറിൽ തന്നെയാണ് ഇവിടെയും 6 ഇലക്ട്രോൺ ആകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ എന്നെ നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് വരുമ്പോൾ ഇവിടെ 2, NB 4, ബോണ്ട് ഓർഡർ ഈ കേസിൽ ബോണ്ട് ഓർഡർ എന്ന് വരുന്നത് NB - NA / 2 വരുമ്പോൾ 4 - 2 / 2. ആൻസർ 1. ലിഥിയത്തിൻ്റെ കേസിൽ Li2 മോളിക്യൂൾ വരുമ്പോൾ ബോണ്ട് ഓർഡർ 1. അപ്പോൾ ബോണ്ട് ഓർഡർ 1 വരുമ്പോഴത്തേക്ക് അവിടെ സിംഗിൾ ബോണ്ടാണ്. ലിഥിയം മോളിക്യൂളിൻ്റെ കേസിൽ സിംഗിൾ ബോണ്ടാണ് ഇവയ്ക്കിടയിൽ വരുന്നത്, ലിഥിയം മോളിക്യൂൾ. മാത്രമല്ല മോളിക്യൂൾ എങ്ങനെയാണ്, ഡയാമാറ്റിക്കാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഒന്നും തന്നെ ഇല്ല, എല്ലാത്തിലും 2 വീതമുള്ള ഇലക്ട്രോണാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്താൽ 1s2 2s2 അല്ല 1s2, അത് കഴിഞ്ഞിട്ട് ഇവിടെ 2s1 ആണ്. അപ്പോൾ 2s1 വരുമ്പോൾ ഇതിൽ ഒരു ഇലക്ട്രോൺ, ഇതിൽ ഒരു ഇലക്ട്രോൺ, അത് ഓപ്പോസിറ്റ് സ്പിൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ സിഗ്മ 2s2. ആ 2 ഇലക്ട്രോണും മോളിക്യൂളിൽ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 എല്ലാം പെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡയാമാറ്റിക്കാണ്, മോളിക്യൂൾ ഡയാമാറ്റിക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേറെ രീതിക്ക് എഴുതാറുണ്ട്. ഈ ഇന്നർ ഷെല്ലുകൾ, ഇത് ഇന്നർ ഷെല്ലാണ്, കെ ഷെല്ലുകളാണ്. ഇത് കെ ഷെല്ല്, ഇത് കെ ഷെൽ, അത് രണ്ടും കൂടി ചേർന്നിട്ട് വരുന്നത് നമ്മൾ കെ കഴിഞ്ഞിട്ട് സിഗ്മ 2s2 എന്നും എഴുതാറുണ്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആ കെ എന്ന് പറയുന്നത് ക്ലോസ്ഡ് കെ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് ഇന്നർ ഷെല്ല് ആയിട്ടുള്ള കെ ഷെല്ല് എന്നുള്ള രീതിക്ക് കെ എന്ന് ഇങ്ങനെയും എഴുതി സൂചിപ്പിക്കാറുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ ഷെല്ലുള്ളത് മാത്രം ഇങ്ങനെ സിഗ്മ 2s2 എന്ന് എഴുതാറുണ്ട്. എനിവേ ലിഥിയം മോളിക്യൂൾ. നെക്സ്റ്റ് 4ാമത് വരുന്നത് ബെർലിയം മോളിക്യൂൾ. ബെർലിയം വരുമ്പോൾ ടോട്ടൽ 8 ഇലക്ട്രോൺ. ടോട്ടൽ 8 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് ആ ഒരു ഓർഡർ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. അപ്പോൾ അവിടെ ബോണ്ട് ഓർഡർ വരുന്നത് NB - NA. NBയുടെ വാല്യൂ ബോണ്ടിങ് ഇലക്ട്രോൺസ് 2 4 മൈനസ് ആൻറ്റി ബോണ്ടിങ് വരുന്നത് 2 4 4 - 4 4 - 4/2. ആൻസർ 2. ബോണ്ട് ഓർഡർ 0. മോളിക്യൂൾ ഇല്ല. പിന്നെ ഇല്ലാത്ത മോളിക്യൂളിൻ്റെ ഡയാമാറ്റിക് അതൊന്നും പറയാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും അങ്ങനെയാണ്. ഇവിടെ 2s2 വരുന്നത്. അപ്പോൾ ഇവിടെയും 2 ഇലക്ട്രോൺ നോക്കാം. ഇത് ബെർലിയത്തിൻ്റെ കേസിൽ ഇലക്ട്രോൺ അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് 5ാമത്തത് ബോറോൺ, B2 മോളിക്യൂൾ. B2 മോളിക്യൂൾ വരുമ്പോഴത്തേക്ക് പ്രത്യേകത, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 10 ഇലക്ട്രോൺ. ഇനി 10 ഇലക്ട്രോൺ വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ബോറോൺ കാർബൺ നൈട്രജൻ, അതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആ ഓർഡർ നമ്മൾ നേരത്തെ പഠിച്ചാണ്. സിഗ്മ ഇതിൽ 2 ഇങ്ങനെ പോയിട്ട് സിഗ്മ 2s കഴിഞ്ഞാൽ π2px ആണ്, π2py അങ്ങനെ വരും. അപ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2, അത് കഴിഞ്ഞിട്ട് π2px π2py ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ. അപ്പോൾ 2 4 6 8 മൊത്തം 10 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇത് രണ്ടിനും ഒരേ എനർജിയാണ് വരുന്നത്. അപ്പോൾ ഒരേ എനർജി വരുമ്പോൾ ഹൺസ് റൂൾ അനുസരിച്ചിട്ട്, ഇവിടെയാണ് നമ്മൾ ഹൺസ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഹൺസ് റൂൾ അനുസരിച്ച് പെയറിങ് നടക്കുന്നതിന് മുമ്പ് ഹാഫ് ഫിൽഡ് ആകും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ 3 റൂളും ഈ കേസിൽ ആപ്ലിക്കബിളാണ്. ഓഫ് ബാർ പ്രിൻസിപ്പിൾ, നമ്മുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വെച്ച് മാക്സിമം ഫില്ല് ചെയ്യുന്നു. ഇവിടെ ഈക്വൽ എനർജി വരുന്ന ഓർബിറ്റൽസ് പെയറിങ് നടക്കുന്നതിന് മുമ്പ്
ഹാഫ് ഫിൽഡ് ആകുന്നു. അപ്പോൾ അവിടെ ഹൺസ് റൂൾ. ഈ കേസിൽ നമ്മൾ വരുമ്പോൾ ബോണ്ട് ഓർഡർ വരുന്നത് NB - NA/2. NB ഈ കേസിൽ NBയുടെ വാല്യൂ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 2, 4, 6. ഈ സ്റ്റാർ ഇല്ലാത്തതല്ല ആണ് ബോണ്ടിങ്. ആൻറ്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ളത് 2, 4. അപ്പോൾ 6 - 4/2 ആൻസർ 1. B2 മോളിക്യൂൾ സിംഗിൾ ബോണ്ടാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? പാരാമാഗ്നറ്റിക് ആണ്. മോളിക്യൂൾ പാരാമാഗ്നറ്റിക്. നെക്സ്റ്റ് C2 മോളിക്യൂൾ കാർബൺ വരുമ്പോൾ ടോട്ടൽ 12 ഇലക്ട്രോൺ. ഇതേ ഓർഡർ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് വരുന്നത്. പ്രത്യേകത 12 വരുമ്പോൾ ഇവിടെ 10 ആയി. അപ്പോൾ ഇനി 2 ഇലക്ട്രോൺ കൂടി. അപ്പോൾ ആ 2 ഇലക്ട്രോൺ വരുമ്പോൾ എവിടെ പോവും? ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ σ1s2, σ*1s2, σ2s2, σ*2s2, π2px = π2py. അതിൽ 2 ഇലക്ട്രോൺ വീതം. അപ്പോൾ NB ബോണ്ടിങ് 2, 4, 6, 8. ആൻറ്റി ബോണ്ടിങ് 2, 4. ബോണ്ട് ഓർഡർ ഈ കേസിൽ ബോണ്ട് ഓർഡർ വരുന്നത് NB - NA/2, 8 - 4/2, 2. ഡബിൾ ബോണ്ട് വേപ്പർ സ്റ്റേറ്റിൽ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള കാർബൺ മോളിക്യൂൾ ഡബിൾ ബോണ്ടാണുള്ളത്. ഡയാമാഗ്നറ്റിക് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡാണ്. ഇത് തന്നെയാണ് നൈട്രജൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും. നൈട്രജൻ ആകുമ്പോൾ 14 ഇലക്ട്രോൺസ്. ബോറോൺ, കാർബൺ, നൈട്രജൻ വരുമ്പോൾ ഉള്ള ഒറ്റ വ്യത്യാസം ഇതുപോലെ തന്നെ എഴുതുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? നൈട്രജൻ്റെ കേസിൽ ബോറോൺ, കാർബൺ, നൈട്രജൻ വരുമ്പോഴത്തേക്ക് അടുത്തത് π2pxും π2pyയും കഴിഞ്ഞാൽ അടുത്ത σ2pz. ഇവിടെ σ2pz ഈ കേസിൽ σ2pz കൂടെ വരും. അപ്പം മൊത്തം ഈ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഇതുവരെ ഉള്ളതെല്ലാം എഴുതും. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ KK എന്ന് എഴുതാം. σ2s2, σ*2s2, π2px2 = π2py2, ഇനി σ2pz2 എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇവിടെ σ2pz നമ്മൾ ഇത് എഴുതുമ്പോൾ σ1s2 എന്ന് വരുമ്പോൾ 2 വരും. 2, 4, 6, 8, 10. ആൻറ്റി ബോണ്ടിങ് ഇവിടെ 2, 4. ബോണ്ട് ഓർഡർ NB - NA 10 - 4/2, 6/2, 3. നൈട്രജൻ മോളിക്യൂൾ ട്രയറ്റോമിക്. നൈട്രജൻ മോളിക്യൂൾ ട്രിപ്പിൾ ബോണ്ട് NN ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ. പിന്നെ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക്കാണ് നൈട്രജൻ. ബോറോൺ, കാർബൺ, നൈട്രജൻ. നെക്സ്റ്റ് ഓക്സിജൻ O2. പ്രത്യേകത ഓക്സിജൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൊത്തം നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന് 16 ഇലക്ട്രോൺസ് വരുന്നു. പിന്നെ ഓർഡർ ഇതല്ല. ഓർഡർ ഓക്സിജൻ ഫ്ലോറിൻ വരുമ്പോൾ ഓർഡർ ഇതുവരെ ഉള്ളത് കഴിഞ്ഞിട്ട് σ2pz കഴിഞ്ഞിട്ടാണ് π2px വരുന്നത്. അല്ല, π2pxും π2pyയും കഴിഞ്ഞിട്ടല്ല σ2pz വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറാണ് പഠിക്കുക. ഓക്സിജൻ്റെയും ഫ്ലോറിൻ്റെ കേസിലും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ σ1s2, σ*1s2, σ2s2, σ*2s2. അത് കഴിഞ്ഞിട്ട് σ2pz2, π2px. അത് കഴിഞ്ഞിട്ട് π2py. അവിടെ 2, 4, 6, 8, 10, 12, 14. ഇനി അത് കഴിഞ്ഞിട്ട്
സ്റ്റാർ 2p എക്സ് ഇസ് ഈക്വൽ ടു 5 സ്റ്റാർ 2p വൈ. ഇതിപ്പോൾ 14 വരെ ആയി. ഇനി 16 ടോട്ടൽ. അപ്പോൾ 1 1. ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഈ കേസിൽ വരുന്നുണ്ട്. 2 അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോൾ ഇതെന്തായിരിക്കും? മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ടാണ്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ടാണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് എക്സ്പെരിമെൻ്റലി നമ്മൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ വരുമ്പോൾ ബോണ്ട് ഓർഡർ NB-NA/2 NB 2 4 6 8 10 10 മൈനസ് 2 4 6. അപ്പോൾ 2 ഡബിൾ ബോണ്ടാണ് പാരാമാഗ്നറ്റിക് ആണ്. ആ ഒരു കാര്യം. അടുത്ത ഫ്ലൂറിൻ്റെ കേസിൽ ഇത് തന്നെയാണ്. ഫ്ലൂറിൻ വരുമ്പോഴത്തേക്കും ഒറ്റ വ്യത്യാസം വരുന്നത് 18 ഇലക്ട്രോൺ വരുമ്പോൾ ഇവിടെ 5 സ്റ്റാർ 2p എക്സ് 2 5 സ്റ്റാർ 2p y 2 എന്ന് വരും. 2 ഇലക്ട്രോൺ കൂടെ ഇവിടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ വരുമ്പോൾ 10 മൈനസ് 8/2 ആൻസർ 1. സിംഗിൾ ബോണ്ട് വരുന്നു. അത് മാത്രമല്ല അത് ഡയാമാഗ്നറ്റിക്കും വരും. ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിക്. നിയോൺ മോളിക്യൂൾ Ne2 മോളിക്യൂൾ വരുമ്പോഴത്തേക്ക് പ്രത്യേകത ടോട്ടൽ 20 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതുപോലെ ഇവിടെ രണ്ട് അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ഓർഡറിൽ 2 4 6 8 10 12 14 16 18 20. ഇപ്പം നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 10, നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് 10, ബോണ്ട് ഓർഡർ 10 മൈനസ് 10/2 ആൻസർ 0. ബോണ്ട് ഓർഡർ 0 മീൻസ് Ne2 മോളിക്യൂൾ അങ്ങനെ ഇല്ല. Ne2 എന്ന് പറയുന്ന നിയോണിൻ്റെ കേസിൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓക്സിജൻ്റെ മോളിക്കുലർ ഓർബിറ്റ് എനർജി ലെവൽ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെ. ഓക്സിജൻ 1s2 2s2 2p ഇങ്ങനെ. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി 1s2 2s2 നമ്മൾ നേരത്തെ എഴുതി ഓർക്കുണ്ടാവും ഓക്സിജൻ്റെ കേസിൽ. ഇതേ ഓർഡറിൽ ഇവിടെ കൊടുക്കും. 2s കഴിഞ്ഞിട്ട് ഇവിടെ സിഗ്മ ഇത് 2 4 6 8 10 12 14 16 ഇതായിങ്ങനെ. അതൊക്കെ അൺപെയ്ഡ് ഇലക്ട്രോൺ രണ്ടെണ്ണം. അതുകൊണ്ടാണ് അത് പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. മോളിക്കുലർ ഓർബിറ്റ് എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിങ്ങനെ ഇത്രയും വരയ്ക്കണം ഓക്സിജൻ്റെ കേസിൽ. ഇനി ഇതുപോലെ തന്നെ വരാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്. ഇപ്പോൾ O2+ ചോദിക്കുന്നു. O2+ ആണ് ചോദിക്കുന്നതെങ്കിൽ പ്രത്യേകത O2 വരുമ്പോൾ 16, O2+ വരുമ്പോൾ 1 ഇലക്ട്രോൺ കുറയും 15 വരുമ്പോൾ ഉള്ള പ്രത്യേകത ഇവിടെ ഒരെണ്ണത്തിൽ അവിടെ ഈ മോളിക്കുലർ ഓർബിറ്റ് എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറില്ല. ചോദിച്ചാൽ ഇവിടെ 1 ഇലക്ട്രോൺ കുറയ്ക്കാം. ഒരെണ്ണത്തിൽ 1 ഇലക്ട്രോൺ കുറയ്ക്കാം, ഒരെണ്ണത്തിൽ ഫുൾ ഇലക്ട്രോണുണ്ട്. എഴുതാൻ പറഞ്ഞാൽ ഉള്ള പ്രത്യേകത ഇതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെ 15 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ഒരെണ്ണം 0 വരും, ഇത് 0 വരും, ഇവിടെ ഒരെണ്ണം വരും. അപ്പോൾ അവിടെ ബോണ്ട് ഓർഡർ എത്ര വരും? O2+ ആണെങ്കിൽ ഓരോ കേസിലും ബോണ്ട് ഓർഡർ O2+ ബോണ്ട് ഓർഡർ O2+ ബോണ്ട് ഓർഡർ വരുമ്പോഴത്തേക്ക് ഇവിടെ 10, അതായത് 2 4 6 8 10 10 മൈനസ് 2 4 5 ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ 10 മൈനസ് 5/2 മീൻസ് 5 ഡിവൈഡഡ് ബൈ 2 2.5. O2+ ആകുമ്പോൾ 2.5 വരും. O2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 വരും. ഇനി ഇതുപോലെ O2- ഉണ്ട്. O2- ആകുമ്പോഴത്തേക്ക് 17 ഇലക്ട്രോൺ.
17 ഇലക്ട്രോൺ വരുമ്പോൾ ഇതിപ്പോൾ 16ആണ്. 17 ആകുമ്പോൾ ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ അവിടെ ബോണ്ട് ഓർഡർ എത്ര വരും? ബോണ്ട് ഓർഡർ ഈ കേസിൽ വരുമ്പോഴത്തേക്ക് 2, 4, 6, 8, 10. ബോണ്ട് ഓർഡർ 10 മൈനസ് ആൻറ്റി ബോണ്ടിങ് 2, 4, 6, 1, 7. ഇവിടെ 2 എണ്ണം വരുമെന്ന് പറഞ്ഞു. 6, 1, 7. അതൊന്ന് എഴുതി നോക്കണം. 17 ഇലക്ട്രോൺ 10 മൈനസ് ഈ കേസിൽ വരുന്നത് 3/2, അതായത് 1.5. ഇനി O2 2 മൈനസും ഉണ്ട്. O2 2 മൈനസ് ആകുമ്പോഴത്തേക്ക് പ്രത്യേകത 18 ഇലക്ട്രോൺ. 18 ഇലക്ട്രോൺ വരുമ്പോൾ ഫ്ലൂറിൻ്റെ അതേപോലെ വരും. ബോണ്ട് ഓർഡർ എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ O2 പ്ലസ് O2 മൈനസ് O2 2 മൈനസ് പോകുന്നതിനനുസരിച്ച് ബോണ്ട് ഓർഡർ കുറഞ്ഞു വരികയാണ്. ബോണ്ട് ഓർഡർ കുറഞ്ഞു വരും. ബോണ്ട് ഓർഡർ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് പ്രത്യേകത ബോണ്ടിൻ്റെ എണ്ണം കുറയുന്നു, മീൻസ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും. അതാണ് ബോണ്ട് ഓർഡർ കുറയുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ബോണ്ട് സ്ട്രെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ, ഇതിനാണ് ഏറ്റവും ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ. ഇവിടുന്ന് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. ഇനി ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് ബോണ്ടിൻ്റെ ലെന്ത് കുറയും. അപ്പോൾ ബോണ്ട് ലെന്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ തിരിച്ചെഴുതണം. ബോണ്ടിൻ്റെ ലെന്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടി വരികയാണ്. കാരണം ബോണ്ടിൻ്റെ എണ്ണം കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ബോണ്ട് ലെന്ത് അതായത് ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ ലെന്ത് കുറയും. അപ്പോൾ ബോണ്ടിൻ്റെ ലെന്ത് കൂടുന്ന ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ O2 ഈ ഓർഡർ തിരിച്ചെഴുതണം. ബോണ്ടിൻ്റെ ലെന്ത് കൂടുന്ന ഓർഡർ. ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുന്ന ഓർഡർ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. ആ ഒരു രീതിക്കൊക്കെ ആ ഒരു കമ്പാരിസണൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇത്തരത്തിൽ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റ് തിയറി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കണം. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്.